കനത്ത സുരക്ഷയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ ഗംഭീര സ്വീകരണമാണ് ബിജെപി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിക്കായി ഒരുക്കിയത്. മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി സിപിഎം ഓഫീസിലേക്ക് മാർച്ചിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബിജെപി പ്രവർത്തകരെ അശ്വനി ആശുപത്രിയിലെത്തിക്കും. സിപിഎം പ്രവർത്തകർ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച എംപി ഓഫീസിലേക്ക് പോകും. 3 ബിജെപി പ്രവർത്തകർക്കും ഒരു സിപിഎം പ്രവർത്തകനും സംഘടനത്തിൽ പരിക്കേറ്റിരുന്നു. ഇന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധമാണ് യുഡിഎഫും എൽഡിഎഫും ഉയർത്തുന്നത്. ആ അവസരത്തിലാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ തൃശൂരിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞിരുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം മിണ്ടാതെ വാഹനത്തിൽ കയറുകയായിരുന്നു, പ്രതികരിച്ചിട്ടേയില്ല. ആരോപണങ്ങൾ സംബന്ധിച്ച് ഇന്ന് സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിക്കുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ് ഗോപി എംപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതാണ് ബിജെപി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ എംപി ക്യാമ്പ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച എംപിയുടെ പേരെഴുതിയ ബോർഡിലാണ് വിപിൻ എന്ന വ്യക്തി കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇതിന് പിന്നാലെയാണ് സിപിഎം ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. സംഭവം സംഘർഷത്തിൽ കലാശിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിയത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയും എന്നാണ് ആരോപിച്ച് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന നൽകിയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 115 നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തത് എന്നാണ് പരാതി. പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ 22/1788 എന്ന വീട്ടു നമ്പറിൽ സ്ഥിര താമസക്കാരാണ്. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം നടന്ന റിവിഷനിലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരുകൾ പഴയ വിലാസത്തിൽ അതേപടി തുടരുകയാണ്. സുരേഷ് ഗോപി 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് 115 നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത്. വോട്ട് ചേർക്കുമ്പോൾ സ്ഥിര താമസക്കാരനാണ് എന്ന രേഖയും സത്യപ്രസ്താവനയും നൽകേണ്ടതാണ്. ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ 11 പേരെയാണ് ഒരേ വിലാസത്തിൽ ചേർത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി അയച്ചു. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്കാണ് പ്രതാപൻ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് മന്ത്രി ശിവൻകുട്ടി വോട്ട് ക്രമക്കേട് പരാതിയുടെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം വെടിയണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വിജയിക്കാൻ ബിജെപി ഏത് മോശം മാർഗവും സ്വീകരിക്കും എന്നതിന്റെ തെളിവാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാണ് മന്ത്രി ആർ ബിന്ദു പറയുന്നത്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ പ്രവർത്തകർക്കിടയിൽ വളരെ ചങ്കുറപ്പോടെ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. പലപ്പോഴും ഇതുപോലെ പല വിവാദങ്ങൾ വരുമ്പോഴും അദ്ദേഹം പ്രതികരിക്കാതിരുന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.